ഞാനിന്ന് ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വറുത്തരച്ച ചിക്കൻ കറിയാണ്. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. അത് ഞങ്ങൾ കൊച്ചുള്ളിയും സവാളയും കൂടി അരിഞ്ഞതാണ്. അത് ഇറച്ചിയുടെ ആവശ്യത്തിനനുസരിച്ച് മുളകും മല്ലിയാണ്. അത് മല്ലി ഈ മുളക് 2 സൈസ് ഉണ്ട്. ഇത് പിരിയനെന്ന് പറയും, ഇത് എരിയുള്ള മുളക്. 2 സൈസ് മുളകുണ്ട്. ആ മുളക് ഞാനിവിടെ പൊടിക്കാനായിട്ട് മേടിച്ച സമയത്ത് കടുവറുക്കാനായിട്ട് മാറ്റി വെച്ച മുളകാണ്. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇത്ര തേങ്ങ ഇനി എടുത്തിട്ടുള്ളൂ. ഈ തേങ്ങ ഇനി അത് വറുത്ത് എടുക്കണം. തക്കാളി, പച്ചമുളക്, പിന്നെയുള്ള മല്ലിയില ഇവിടെ നട്ടു വളർത്തിയതാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ. ചിക്കൻ ഇന്നലെ കറി വെച്ചതിൻ്റെ ബാക്കിയാണ്. മുളകും മല്ലിയും തേങ്ങയും വറുത്തപ്പോൾ അതിലെത്തി കുരുമുളകും പെരുംജീരകവും ഉലുവയും ഇട്ടായിരുന്നു അരച്ചത്. ഈ പരുവത്തിന് കെട്ടി ഒന്ന് ആവി കയറ്റി എടുക്കാം. പൊരിക്കാനാണേ, പൊരിച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാം. ഉള്ളി, സവാളയും കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചതിടാം. അവിടെ വാടട്ടെ. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, ഇഞ്ചി ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു. അതൊന്ന് മൂക്കട്ടെ. ഇടുന്നത് അതിലേക്ക് ഇനി ഇടേണ്ടത് തക്കാളി ഇടണം. ഇനി അരച്ച് വെച്ചേക്കണം അരപ്പൊഴിച്ച് കൊടുക്കാം. തിളക്കട്ടെ. ഞാൻ ഒരുപാട് ഉള്ളിയെല്ലാം വാടി എല്ലാം തീരുമ്പോഴാണ് ഇടുന്നത്. നമ്മുടെ അരപ്പ് ഏകദേശം ഈ പരുവമായി. അപ്പോൾ പൊരിച്ച് വെച്ച ചിക്കനിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതാണ് പരുവം. ഇത് കഴിയുമ്പോഴത്തേക്കും അരച്ച വെള്ളവും പിന്നെ ഈ ചിക്കൻ വേവിച്ച വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറി മസാല ഇട്ടിട്ടുണ്ട്. കുരുമുളക് നേരത്തെ അരച്ചതുകൊണ്ട് ഇട്ടിട്ടില്ല. അരച്ചതിൻ്റെ വെള്ളമാണ് ഇത്തിരി ഒഴിക്കുകയാണ്. ഞാനിതിനോട് കഴിക്കാൻ എടുത്തേക്കുന്നത് പൂരിയാണ്. പൂരിയും കറിയും കൂടിയാണ് എടുത്തേക്കുന്നത്. നല്ലതായിരുന്നു, കൊള്ളായിരുന്നു. നിങ്ങൾക്കിഷ്ടമായോ? കമൻറ്റ് പറയണേ. ഓക്കെ, ബൈ.